സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വേദികൾക്ക് പുഷ്പങ്ങളുടെ പേര് നൽകിയപ്പോൾ ദേശീയ പുഷ്പമായ താമരയെ ഒഴിവാക്കി. വിവാദം ഒഴിവാക്കാനാണ് താമരയുടെ പേര് നൽകാതിരുന്നത്. ഇങ്ങനെയാണ് വിശദീകരണം. ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയതിന് പിന്നിൽ CPM ഇടപെടലെന്ന ആക്ഷേപവും ശക്തമാകുകയാണ്. ദേശീയ പുഷ്പം വിവാദമാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പും ഉരുണ്ടുകളിക്കുന്നു. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിന്റെ 25 വേദികൾക്കും ഇക്കുറി പുഷ്പങ്ങളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. സൂര്യകാന്തി മുതൽ കണ്ണാന്തളി വരെയുള്ള പുഷ്പങ്ങൾ വേദികളുടെ പേരായി വരുമ്പോൾ ദേശീയ പുഷ്പമായ താമരയെ സംഘാടകർ ഒഴിവാക്കി. കാരണമായി പറയുന്നത് വിവാദങ്ങൾ ഒഴിവാക്കാനെന്ന മുടന്തൻ ന്യായവും. താമര BJPയുടെ ചിഹ്നം എന്ന നിലയിൽ ഒഴിവാക്കിയതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നതർ അടക്കം പറയുന്നത്. ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയ നടപടി വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവരുടെ തീരുമാനപ്രകാരമാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ദേശീയ പുഷ്പത്തെ ഒഴിവാക്കിയ നടപടി അംഗീകരിക്കില്ലെന്നും തീരുമാനം തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും BJP സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാർ പറഞ്ഞു. അവർ പറയുന്നില്ലല്ലോ. അപ്പോൾ താമരയെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ BJP അവർ ഭയപ്പെടുകയാണ്. ഇത് ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംശയമില്ല. യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണം. ഇവിടുത്തെ മന്ത്രിമാർ എന്തൊരു നാണം കെട്ട സമീപനമാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഒരു സംസ്കാരമില്ലാത്ത നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. CPMന്റെ നിർദ്ദേശപ്രകാരമാണ് ദേശീയ പുഷ്പത്തെ പോലും അവഗണിച്ചതെന്ന് BJP ആരോപിക്കുന്നു. ഇതിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ജനം, തൃശൂർ.